നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രതീക്ഷിച്ച പോലെ തന്നെ ഒരു പിടി പ്രമുഖ താരങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് തോമസ് ടുക്കേൽ ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. വേൾഡ് കപ്പ് സ്ക്വാഡ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹാരി മഗ്വയർ പുറത്താണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. അദ്ദേഹം അതിൽ വലിയ രൂപത്തിൽ ഷോക്ക്ഡ് ആണെന്ന് തുറന്നങ്ങ് പറഞ്ഞു. ട്രെൻഡ് അലക്സാണ്ടർ അർണോൾഡ് ഇപ്പോൾ പുറത്താണ്. അതുപോലെ തന്നെ മറ്റു പ്രധാന താരങ്ങൾ ഇപ്പോൾ കോൾ പാൽമർ പുറത്താണ്, ഫിൽ ഫോഡൻ പുറത്താണ്. പിന്നെ ട്രെൻഡ് പുറത്ത്, അതിന് പുറമെ ലൂയിസ് ഹാള് പുറത്ത്, ലൂക്ക് ഷോ പുറത്ത്. എന്താണ് തോമസ് തുഷൽ ഉദ്ദേശിക്കുന്നത് എന്ന് പോലും ആരാധകർ ചോദിച്ചു തുടങ്ങുന്നു. ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് വന്നിട്ടുണ്ട്. നമ്മൾ സ്ക്വാഡിലേക്കൊന്ന് പോവുകയാണ്. ഗോൾ കീപ്പർമാരായിട്ട് ജോർഡൻ പിക്ഫോർഡ്, ടീൻ ഹെൻഡേഴ്സൺ, ജെയിംസ് ട്രഫോർഡ്. അതിൽ വലിയ ഞെട്ടിക്കൽ അത്ഭുതങ്ങളൊന്നും ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. ഡിഫൻഡർമാരായിട്ട് റീസ് ജെയിംസ്, ടിനോ ലിവ്രമെൻറ്റോ, നിക്കോ റീലി, ഡേറ്റ് സ്പെൻസ്, ഏസ്രി കൊൻസ, മാർക്ക് ഗോയി, ജോൺ സ്റ്റോൺസ്, ജാഡൽ കൊൻസ, ഡാൻ ബേൺ എന്നിവരാണുള്ളത്. മധ്യനിരയിലേക്ക് ഡെക്ലാൻ റൈസ്, എലിയറ്റ് ആൻഡേഴ്സൺ, ജോർഡൻ ഹെൻഡേഴ്സൺ, കോബി മൈനോ, ജൂഡ് ബെല്ലിംഗാം, മോർഗൻ റോജേഴ്സ്, എബ്രഷീസെ. മുന്നേറ്റ നിരയിൽ ബുക്കായോ സാക്ക, നോനി മഡൂക്ക്, മാർക്കസ് റാഷ്ഫോർഡ്, ആൻ്റണി ഗോർഡൻ, ഇവാൻ ടോണി, ഹാരി കെയ്ന്, ഒലി വാറ്റ്കിൻസ്. ഏതായാലും വലിയ രൂപത്തിലുള്ള ചർച്ചകൾക്കും അതുപോലെ തന്നെ വിവാദങ്ങൾക്കും ഡിബേറ്റിനുമൊക്കെ ഒരു ഇടം കൊടുക്കുന്ന രൂപത്തിലാണ് ഇപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ സ്ക്വാഡ് എന്തായാലും കോച്ച് പ്രഖ്യാപിച്ചിട്ടുള്ളത്. വലിയ പ്രതീക്ഷ എന്തായാലും ഇത്തവണ വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോഴാണ് ഇങ്ങനെയുള്ളൊരു സ്ക്വാഡ് എന്തായാലും ഇപ്പോൾ കോച്ച് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഗ്രൂപ്പ് എല്ലിൽ ക്രൊയേഷ്യയും ഘാനയും പനാമയുമാണ് എതിരാളികൾ. അവർ അനായാസം അടുത്ത റൗണ്ടിലേക്ക് കടക്കുമെന്ന് തന്നെയാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അതിനുശേഷം പിന്നീട് എന്ത് എന്നുള്ള ചോദ്യങ്ങളുണ്ട്. സ്ക്വാഡിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൽ എത്താം.